ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലെ ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി മോശം കാലാവസ്ഥ. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷിക്കാനായി ശ്രമങ്ങൾ തുടരുകയാണ്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, അവിടെ 100-ലധികം പേർ കുടുങ്ങിക്കിടക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. നേരത്തെ തന്നെ ആരെയെങ്കിലും വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളുടെ രീതി എങ്ങനെയാണ് ഇപ്പോൾ? നീലിമ, രാവിലെ രക്ഷാപ്രവർത്തനങ്ങൾ കാര്യമായി നടന്നില്ല എന്ന് തന്നെ വേണം വ്യക്തമാക്കാൻ. അതേസമയം ഉച്ചയ്ക്ക് ശേഷം കാലാവസ്ഥ അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട്. മഴ അല്പം മാറി നിൽക്കുന്നു. എങ്കിൽ തന്നെയും ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായതുപോലെയല്ല, അതിശക്തമായ മഴയില്ല. ഇടവിട്ടുള്ള മഴയുള്ളതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് കാര്യക്ഷമമായത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഹെലിപ്പാഡിൽ നിന്നുമാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഹെലിപ്പാഡിൽ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഹെലികോപ്റ്റർ അവിടെ പരിക്ക് പറ്റിയവരായിരിക്കാം. ഒരുപക്ഷെ ഇവിടേക്ക് ഈ ഉത്തരകാശി ഭാഗത്തേക്ക് എത്തേണ്ടവരായിരിക്കാം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരായിരിക്കാം. അവർക്ക് എത്തുവാൻ വേണ്ടി ഹെലികോപ്റ്റർ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുണ്ട്. ഒപ്പം പരിക്കേറ്റവരെ ഇതിനോടകം തന്നെ ഈ ഹെലികോപ്റ്റർ സർവീസ് ഉപയോഗിച്ച് ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ ഉദ്യോഗസ്ഥരും മറ്റുമാണ് കൂടുതലായി ഈ ഹെലികോപ്റ്റർ സർവീസിൽ ഇപ്പോൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം NDRFൻ്റെ സേനാംഗങ്ങളെ. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ അംഗങ്ങളാണ് അവർ. ഈ മേഖലയിലേക്ക്, ഈ ദുരന്ത മേഖലയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് ഹെലികോപ്റ്ററിനായി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അവരുടെ കയ്യിൽ വിവിധ ആയുധങ്ങൾ ഉണ്ട്. ഈ മണ്ണിൽ മറ്റും കിളയ്ക്കുന്ന ആയുധങ്ങളും മറ്റും അവരുടെ കയ്യിലുണ്ട്. വലിയ ഹാമറുണ്ട്. വലിയ പാറകളും മറ്റും പൊട്ടിക്കാൻ ഉതകുന്ന രീതിയിൽ വലിയ ഹാമറുകളുണ്ട്. ഇങ്ങനെ വലിയ ആയുധങ്ങൾ ഇവരുടെ പക്കൽ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുവാൻ ഉതകുന്ന തരത്തിലുള്ള ആയുധങ്ങളുമായാണ് അവർ ഇവിടേക്ക് ഈ ദുരന്ത മേഖലയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിലൊരു ഡെപ്യൂട്ടി കമാൻഡറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ധാരാലിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഏതാണ്ട് 3 ബാച്ചായിട്ട് ഹെലികോപ്റ്ററിൽ ഈ ദുരന്ത നിവാരണ സേന ഈ ധാരാലിയിലേക്ക് പോയിക്കഴിഞ്ഞു. അല്പസമയം മുമ്പാണ് ഈ NDRFൻ്റെ സേനാംഗങ്ങളെ കൂടുതലായി ഇവിടേക്ക് എത്തിച്ചു തുടങ്ങിയത്. നേരത്തെ ഹെലികോപ്റ്റർ മാർഗം മാത്രമായിരുന്നു ഇവിടേക്ക് എത്താൻ കഴിയുക. കാരണം ഈ ഉത്തരകാശിയിൽ നിന്നും ഈ ധാരാലി മേഖലയിലേക്ക്, ഹർസൽ വാലി മേഖലയിലേക്ക് പോകുന്ന റോഡ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഒരിടത്തല്ല, പലയിടങ്ങളിലായി ഈ റോഡ് തകരുക മാത്രമല്ല, ഉണ്ടായിരുന്ന ആ മേഖലയിലേക്ക് പോകാൻ ആകെ ഉണ്ടായിരുന്ന ഒരു പാലം കൂടി തകർന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ റോഡ് ഗതാഗതം, അല്ലെങ്കിൽ റോഡ് മാർഗം അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കത്തില്ല. ആകെയുള്ള മാർഗം ഈ ഹെലികോപ്റ്റർ മാർഗം അവിടെ എത്തുക, ഈ ധാരാലിയിൽ എത്തുക എന്നുള്ളതാണ്. ആ ഹെലികോപ്റ്റർ ഇപ്പോൾ പ്രൈവറ്റ് ഹെലികോപ്റ്റേഴ്സ് ഉത്തരാഖണ്ഡ് സർക്കാർ വാടകയ്ക്കെടുത്ത് ഇത്തരത്തിൽ ദുരന്ത മേഖലയിൽ നിന്നും അവിടെ വീടുകൾ നഷ്ടപ്പെട്ടവരെ അവിടെ ഇതിനോടകം തന്നെ അവരെ ഇങ്ങോട്ട് എത്തിച്ച് ആദ്യം ഇതിന് സമീപത്തെ ഹെലിപ്പാഡിന് സമീപത്തെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി അവരുടെ പ്രാഥമിക ചികിത്സയും മറ്റും നോക്കിയ ശേഷം അവരെ ഗവൺമെൻറ് ഷെൽട്ടറിലേക്ക് അവരെ മാറ്റിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ രക്ഷാപ്രവർത്തനമാണ്. അതായത് നിലവിലിപ്പോൾ അവിടെ നിന്നും ഏതാണ്ട് ജീവനോടെ ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരെയും മാറ്റിയെന്ന് തന്നെ വേണം പറയുവാൻ. ഇനിയിപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കേണ്ടിയിരിക്കുന്നു. ആ രക്ഷാപ്രവർത്തനത്തിനായാണ് ഇത്തരം ആയുധങ്ങളുമായി ഇപ്പോൾ NDRFൻ്റെ സംഘം ഈ ധാരാലിയിലേക്ക് പുറപ്പെടുവാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നത്. ഇതിനോടകം തന്നെ പല സംഘങ്ങൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ആർമിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ആർമിയുടെ രജ്പുത്താർ റൈഫിൾസാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. കൂടാതെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസും അതേപോലെ തന്നെ ദേശീയ ദുരന്ത നിവാരണ സേനയും SDRFൻ്റെയും ഒക്കെ സംഘാംഗങ്ങൾ ഇതിൽ ഉണ്ട്. ഈ രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നു. കൂടാതെ ഇതിൽ ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെ പോലീസും അതേപോലെ തന്നെ ഫയർഫോഴ്സും ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നു. സേവാഭാരതി കർമ്മനിരതരായി ഈ മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇങ്ങനെ വിവിധ സന്നദ്ധ സംഘടനകളുടെയും സർക്കാരിൻ്റെ മുഴുവൻ മിഷണറികളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ദുരന്ത നിവാരണ പ്രവർത്തനമാണ് ഈ ഉത്തരകാശിയിലെ ഈ മേഖലയിൽ, ദുരന്ത ബാധിത മേഖലയായ ധാരാലിയിൽ ഇപ്പോൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ. 28 മലയാളികളെ കുറിച്ച് നേരത്തെ വിവരമൊന്നുമില്ലായിരുന്നു. അവരെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് അവിടെ നിന്ന് തിരിച്ചു പോരാൻ കഴിയുന്ന സംവിധാനം ഇപ്പോഴുണ്ടോ? നിലവിൽ ഇപ്പോൾ ഈ ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് ഈ ഹെലികോപ്റ്റർ സർവീസുകൾ ആരംഭിച്ചത്. ഹെലികോപ്റ്റർ സർവീസിൽ മാത്രമാണ് അവിടെ കുടുങ്ങി കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഉത്തരകാശിയിലേക്ക് എത്തിച്ച് അവരുടെ മാതൃസ്ഥാനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അത് കൃത്യമായി ഹെലികോപ്റ്റർ സർവീസിലൂടെ മാത്രമേ സാധിക്കൂ. ഇന്നലെ ആരംഭിച്ച ശക്തമായ മഴ ഇന്ന് ഏതാണ്ട് ഉച്ചവരെ നേരം അങ്ങനെ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്ററിന് ഈ വെതർ കണ്ടീഷൻ ഭയങ്കര മോശമായിരുന്നു. അതുകൊണ്ട് ഹെലികോപ്റ്ററിന് ലാൻഡിംഗ് പെർമിഷനുള്ള അനുമതി ലഭിച്ചു.
ലഭിച്ചിരുന്നില്ല, ഹെലികോപ്റ്റർ സർവീസ് നടന്നിരുന്നില്ല. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അത്യാവശ്യം ഒരു വെതർ അത്യാവശ്യം നന്നായി വന്നിട്ടുണ്ട്. ഒരു ക്ലിയർ സ്കൈ ആണ്. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്ററിന് ഇപ്പോൾ പെർമിഷൻ ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ഉത്തരാഖണ്ഡ് സർക്കാർ കൂടുതൽ ഹെലികോപ്റ്ററുകൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. സർക്കാർ ഹെലികോപ്റ്ററിന് പുറമെ കൂടുതൽ ഹെലികോപ്റ്ററുകൾ വാടകയ്ക്ക് എടുത്തുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് സർക്കാർ നടത്തുന്നത്. അത് പ്രയോറിറ്റി അനുസരിച്ചാണ് ആ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഒരു ഹെലികോപ്റ്ററിൽ കൊള്ളാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം ഏതാണ്ട് 4-5 മാത്രമാണ്. അപ്പോൾ ഒരു സർവീസിൽ ഇങ്ങനെ 5 പേരെ വെച്ച് ആ ഹെലികോപ്റ്റർ ഇങ്ങനെ ഏതാണ്ട് ഒരു 3 ഹെലികോപ്റ്ററുകൾ നിരന്തരം ഇങ്ങനെ ഒരു ബസ് സർവീസ് പോലെ എങ്കിൽ നമുക്ക് അങ്ങനെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നും. നിരന്തരം ഇങ്ങനെ ഒരു ഷട്ടിൽ ബസ് പോലെ ഇങ്ങനെ വന്നും പോയും നിൽക്കുകയാണ്. അത് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി അത് ഈ ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് ഇത് ആക്റ്റീവായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രയോറിറ്റി അനുസരിച്ചായിരിക്കും ആൾക്കാരെ ഇവിടേക്ക് ഈ ഉത്തരകാശിയിലേക്ക് എത്തിക്കുക. അതായത് ഈ ആദ്യം പരിക്ക് പറ്റിയവരെയും അതേപോലെ തന്നെ വീട് നഷ്ടപ്പെട്ടവരെയൊക്കെ തന്നെ ആദ്യം എത്തിക്കും. അതിനുശേഷം മാത്രമായിരിക്കും അവിടെ ഇപ്പോൾ നിലവിൽ ഈ മേഖലയിൽ ബാധിത മേഖലയായിട്ടുള്ള ഇവിടങ്ങളിൽ ഈ ധാരാലി അടക്കമുള്ള പ്രദേശങ്ങളിൽ അവിടെ സുരക്ഷിത സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരെ പിന്നീടാകും ഈ ഹെലികോപ്റ്റർ മുഖേന മാറ്റുക. ഇതിനോടൊപ്പം തന്നെ ഈ റോഡ് ഗതാഗതം സുഗമമാക്കാനുള്ള നടപടികൾ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിലും ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലെ ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി മോശം കാലാവസ്ഥ നിലനിൽക്കുകയാണ്. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷിക്കാനായി ശ്രമങ്ങൾ തുടരുകയാണ്. ഉത്തരകാശിയിൽ നിന്നും എസ് നന്ദഗോപനും ടീമുമാണ് നമ്മോടൊപ്പം ചേർന്നത്. നന്ദൻ, കേൾക്കാമോ? ഈ മലയാളികളെക്കുറിച്ച് ഈ 28 പേരെയും ഈ കാലാവസ്ഥ മെച്ചപ്പെടുന്നതിനനുസരിച്ച് അവിടെ നിന്നും പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയുണ്ട്, അല്ലേ നന്ദൻ? ഹെലികോപ്റ്റർ ഇപ്പോൾ ഇവിടെ ഈ ഹെലിപാഡിലേക്ക് ലാൻഡ് ചെയ്യാൻ പോകുന്നു. അതിലേക്ക് NDRFന്റെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ അംഗങ്ങൾ അതിലേക്ക് കയറാൻ പോകുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. പ്രേക്ഷകർക്ക് കാണാം, ഹെലികോപ്റ്റർ ഇപ്പോൾ ഹെലിപാഡിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുന്നു. ജനം ടിവിക്ക് മാത്രം ലഭിക്കുന്ന എക്സ്ക്ലൂസീവ് വിഷ്വൽസ് ആണ്. ഇതാ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിരിക്കുന്നു. അതിലേക്ക് NDRFന്റെ സേനാംഗങ്ങൾ അവർ ഈ മണ്ണിൽ മൃതദേഹങ്ങളോ അല്ലെങ്കിൽ മറ്റ് അവശിഷ്ടങ്ങളോ ഉണ്ടോ എന്ന് കുഴിച്ചു നോക്കാൻ ഉതകുന്ന രീതിയിലുള്ള മൺവെട്ടി അടക്കമുള്ള ആയുധങ്ങളുമായി അവർ ഹെലികോപ്റ്ററിലേക്ക് പോകുന്നു. ഇപ്പോൾ ഈ ഏതാണ്ട് 6 പേരാണ് ഈ ഹെലികോപ്റ്ററിലേക്ക് കയറുന്നത്. ഈ 6 പേർ കയറിയാൽ ഉടൻ തന്നെ ഈ ഹെലികോപ്റ്റർ ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യും. ഇതിന് പിന്നാലെ തന്നെ അടുത്ത ഹെലികോപ്റ്റർ ലാൻഡിങ്ങിനായി തയ്യാറെടുത്ത ഉടൻ ഇവിടെ നിൽപ്പുണ്ട്. അതിലായിരിക്കും കൂടുതൽ NDRF ഉദ്യോഗസ്ഥർ അവിടേക്ക് പോകുക. ഇതിനോടകം തന്നെ നിരവധി ബാച്ചുകളിലായിട്ട് ഇത്തരത്തിൽ ഹെലികോപ്റ്ററിൽ NDRFന്റെ സംഘങ്ങൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ രാത്രി മുതൽ തന്നെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനാണ് ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്. അതിനുവേണ്ട രാത്രിയിൽ അവിടെ ഇപ്പോൾ നിലവിൽ പൂർണ്ണമായും വൈദ്യുതിയില്ല, അതേപോലെ തന്നെ ടെലിഫോൺ കണക്ഷൻ, അത്തരം സർവീസുകളില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇത്തരം രക്ഷാപ്രവർത്തനം ഒരു ഗണത്തിൽ ദുഷ്കരമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ രാത്രിയിൽ ഇത്തരം രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ ലൈറ്റ് അടക്കമുള്ള സംവിധാനങ്ങളുമായാണ് ഈ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ അംഗങ്ങൾ ഇപ്പോൾ ഈ ദുരന്ത മേഖലയിലേക്ക് പോകുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ജനം ടിവിയിൽ നിന്നും പ്രേക്ഷകർക്ക് കാണാം, ഉത്തരകാശിയിലുണ്ടായ ദുരന്തത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായി സ്വകാര്യ ഹെലികോപ്റ്ററിൽ ഉത്തരാഖണ്ഡ് സർക്കാരിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ജനം ടിവി എത്തിക്കുന്നത്. നന്ദൻ, ഇതുവരെ 130 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ NDRF സംഘം കൂടുതൽ പരിശോധനയ്ക്കായി അവിടെ പോകുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്, അല്ലേ? പ്രതികൂല കാലാവസ്ഥ മാത്രമായിരുന്നു ഈ രക്ഷാപ്രവർത്തനത്തിന് ഒരു തടസ്സമായി നിന്നിരുന്നത്. മറിച്ച് ആർമിയുടെയും അതേപോലെ തന്നെ ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെയും മറ്റ് NDRFന്റെ അടക്കം വിവിധ സേനാ വിഭാഗങ്ങളുടെ ഒരു സംയുക്ത ഓപ്പറേഷനായി അവർ തയ്യാറെടുത്തിരുന്നു. എന്നാൽ ഇവിടേക്ക് എത്തുക, അതായത് ഈ ദുരന്ത മേഖലയിലേക്ക് എത്തുക എന്നുള്ളത് വലിയ വെല്ലുവിളിയായിരുന്നു. ഹെലികോപ്റ്റർ മാർഗമല്ലാതെ ഒരു കാരണവശാലും ഈ ദുരന്ത മേഖലയിലേക്ക്, ഈ ധരാലി മേഖലയിലേക്ക് എത്താൻ കഴിയും.
അതുതന്നെയായിരുന്നു വെല്ലുവിളി. ഏതായാലും ഇപ്പോൾ കാലാവസ്ഥ അല്പം ഭേദമായി ഹെലികോപ്റ്ററിന് പറക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയതോടുകൂടി രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോടകം തന്നെ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുമായി ഫോണിൽ സംഭാഷണം നടത്തിയിട്ടുണ്ട്. സാധ്യമായതെല്ലാം കേന്ദ്രം നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നിലവിലെ സ്ഥിതി വിവരങ്ങൾ ഇതിനോടകം തന്നെ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട്. നീലിമ. ഓക്കെ നന്ദൻ, വീണ്ടും വിവരങ്ങൾക്കായി നന്ദനിലേക്ക് എത്താം.